തെർമോഡൈനാമിക്സിലെ ടോപ്പ് 10 സീരീസിലേക്ക് എൻ്റെ കുട്ടികൾ എല്ലാവരെയും മിസ് വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ടോപ്പ് 10 സീരീസ് വീഡിയോയിൽ മിസ് നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ടോപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തു വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ തെർമോഡൈനാമിക് വേരിയബിൾസ് എന്നുള്ളൊരു ചോദ്യമാണ്. നമുക്കറിയാം തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് വെച്ചാൽ എന്താ, ഒരു ഗ്യാസിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഗ്യാസ് സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ പറയാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അതായത് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ പോലെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ദ വേരിയബിൾസ് വിച്ച് ഡിറ്റർമൈൻ ദ തെർമോഡൈനാമിക് ബിഹേവിയർ ഓഫ് ദ സിസ്റ്റത്തിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. പിക്ക് ഔട്ട് ദ വൺ വിച്ച് ഈസ് നോട്ട് എ തെർമോഡൈനാമിക് വേരിയബിൾ. താഴെ തന്നിരിക്കുന്നതിൽ തെർമോഡൈനാമിക് വേരിയബിൾ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ടെമ്പറേച്ചർ തെർമോഡൈനാമിക് വേരിയബിൾ ആണ്, പ്രഷർ തെർമോഡൈനാമിക് വേരിയബിൾ ആണ്, വോളിയം തെർമോഡൈനാമിക് വേരിയബിൾ ആണ്. അവിടെ അല്ലാത്ത ആൾ ആരാണ് മക്കളെ? ദാറ്റ് ഈസ് വർക്കാണ് തെർമോഡൈനാമിക് വേരിയബിൾ അല്ലാത്തത് കേട്ടോ. അടുത്തത് നോക്കാം, ആൻ എക്സാമ്പിൾ ഓഫ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ട് രീതി പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇൻറ്റൻസീവ് വേരിയബിൾസും എക്സ്റ്റെൻസീവ് വേരിയബിൾസും പഠിച്ചു. എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, മാസിനെ അതിൻ്റെ സൈസ് ഓഫ് ദ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുക അല്ലേ. അതായത് ആ സൈസ് ഓഫ് ദ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഒരു വലിയൊരു ഗ്യാസ് സിസ്റ്റം എടുത്തു, അതിനെ നമ്മൾ പകുതിയാക്കി. അപ്പോൾ പകുതിയാക്കുന്ന സമയത്ത് അതിൻ്റെ വേരിയബിൾസ് ഏതൊക്കെയാണ് മാറുന്നത്, അതാണ് എക്സ്റ്റെൻസീവ്. മാറാത്ത ആൾക്കാരാണ് ഇൻറ്റൻസീവ് എന്ന് പറയുക അല്ലേ. അപ്പോൾ എക്സ്റ്റെൻസീവ് നമ്മൾ ഒരു സിസ്റ്റത്തിനെ പകുതി ആയി കഴിഞ്ഞാൽ മാസ് മാറും, വോളിയം മാറും, ഇന്റേണൽ എനർജി മാറും. സോ അവരൊക്കെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. ഇനി മാറാത്ത ആൾക്കാരെന്താ, അതിന് ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ തന്നെ ഡെൻസിറ്റി ഒന്നും മാറത്തില്ല. അപ്പോൾ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻറ്റൻസീവ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, മാസ്, വോളിയം, ഡെൻസിറ്റി, ഹീറ്റ്, കപ്പാസിറ്റി, ഇതിലേതാണ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്നാണ് ചോദ്യം. അതാരാണ്? ഡെൻസിറ്റി ആണ് കേട്ടോ. ഇനി അടുത്തയിലേക്ക് നോക്കൂ, സ്റ്റേറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മക്കളെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? വളരെ സിമ്പിളാണ്. ഒരു ഗേഷ്യസ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു ഗ്യാസ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ അത് എന്തൊക്കെയായിട്ടാണ് മാറുക? ആ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ എനർജി മാറാനും അതേപോലെ തന്നെ ആ സിസ്റ്റം വർക്ക് ചെയ്യാനുമാണ് ആ എനർജി യൂസ് ചെയ്യാമെന്ന് നമുക്ക് പറയാം. അതായത് ആ സിസ്റ്റത്തിലേക്ക് കൊടുത്ത ഹീറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയായിട്ട് മാറും എന്നാണ് മക്കളെ നമ്മൾ പറയുക, ദാറ്റ് ഈസ് ഇന്റേണൽ എനർജിയും വർക്കുമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. സെറ്റാണോ? അപ്പോൾ എങ്ങനെ നമ്മൾ അതിനെ എഴുതി കൊടുക്കാം? ദ ഹീറ്റ് എനർജി ദാറ്റ് ഈസ് സപ്ലൈ ടു ദ സിസ്റ്റം ഗോസ് ഇൻ പാർഷ്യലി ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ആൻഡ് ദ റെസ്റ്റ് ആസ് ദ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അല്ലെ. ആ സിസ്റ്റം വർക്ക് ചെയ്യാനും ഇന്റേണൽ എനർജി മാറ്റാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കാം, ആൻ ഇലക്ട്രിക്കൽ ഹീറ്റർ ദാറ്റ് സപ്ലൈസ് ഹീറ്റ് ടു എ സിസ്റ്റം അറ്റ് എ റേറ്റ് ഓഫ് 100 joules per second. അതായത് ഒരു ഇലക്ട്രിക്കൽ ഹീറ്റർ ഉണ്ട്, ആ ഹീറ്ററിലേക്ക് കൊടുക്കുന്ന, ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് 100 joules per second ആണ്. ഇഫ് ദ സിസ്റ്റം പെർഫോംസ് വർക്ക് അറ്റ് 75 joules per second, അപ്പോൾ 75 joules per second വർക്കിന് ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഇന്റേണൽ എനർജി ചേഞ്ചിന് യൂസ് ചെയ്തിട്ടുണ്ടാവുക ചോദ്യം. അപ്പം നമുക്കറിയാം ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 100 എന്ന് തന്നിട്ടുണ്ട്, ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് 75 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡെൽറ്റ യു ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് വേണം എഴുതാൻ. ഡെൽറ്റ ക്യൂ ഈസ് 100 മൈനസ് 75, ദാറ്റ് ഈസ് 25 ജൂൾ പെർ സെക്കൻഡ് ആയിരിക്കും അല്ലേ. 25 ജൂൾ പെർ സെക്കൻഡ് ആണ് ആൻസർ കേട്ടോ. അടുത്തത് നോക്കാം, 110 joule of heat is added to a gaseous system. ഒരു ഗേഷ്യസ് സിസ്റ്റത്തിലേക്ക് നമ്മൾ 110 ജൂൾ ഓഫ് ഹീറ്റ് കൊടുത്തു. ആൻഡ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 40 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ വർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 110 ജൂള് ആൻഡ് ഡെൽറ്റ യു എന്ന് പറയുന്നത് 40 ജൂള്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഡബ്ല്യു എന്താണെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്താ വരിക, ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ യു. ദാറ്റ് ഈസ് 110 മൈനസ് 40 എത്ര വരും? 70 ജൂൾ. 70 ജൂളാണ് വരിക കേട്ടോ. 70 ജൂൾസ് ആണ് ആൻസർ. അടുത്തത് നോക്കാം,
ഡിഫൈൻ തെർമോഡൈനാമിക് പ്രോസസ്സ്. എന്താണ് മക്കളെ തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരു ഗേഷ്യസ് സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക് വേരിയബിൾസ്. ആരാ തെർമോഡൈനാമിക് വേരിയബിൾസ്? നമ്മുടെ പ്രഷർ അല്ലേ, നമ്മുടെ പ്രഷർ, അതുപോലെ തന്നെ വോളിയം, ടെമ്പറേച്ചർ ഒക്കെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ഗേഷ്യസ് സിസ്റ്റത്തിൽ നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സ് ചെയ്തു എന്ന് കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് എനി പ്രോസസ് വിച്ച് there is some change in pressure, volume and temperature of the system. അപ്പോൾ രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് അത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ്? ബി ക്വസ്റ്റ്യൻ ആൻസർ. ഒന്നാമത്തതാണ് ഐസോതെർമൽ. ഐസോതെർമൽ പ്രോസസ്സിൽ ആരാ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്? ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന പ്രോസസ്സാണ് ഐസോതെർമൽ അല്ലേ. ദെൻ ഐസോബാറിക്കിൽ ഏതാ? ഐസോബാറിക് എന്ന് പറയുമ്പോൾ ബാർ ഇസ് എ പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ അവിടെ പ്രഷറിനെയാണ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്. ദെൻ ഐസോകോറിക് ഉണ്ട്. ഐസോകോറിക് എന്ന് വെച്ചാൽ അവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന വോളിയത്തിനെയാണ്, ബാക്കിയുള്ള എല്ലാം ചേഞ്ച് ചെയ്യാം. ആരാണോ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത് ബാക്കിയുള്ള വേരിയബിൾസിനെ മാറ്റുന്നു കേട്ടോ. പിന്നെ ഉള്ളതാണ് അഡിയബാറ്റിക്. അഡിയബാറ്റിക്കിൽ എന്താ സംഭവിക്കുന്നത്? അഡിയബാറ്റിക് എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുമില്ല, പുറത്തേക്കും വരുന്നില്ല. അപ്പോൾ ഹീറ്റാണ് അവിടെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ മനസ്സിലാക്കുക, ഐസോതെർമൽ ആണെങ്കിൽ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റൻറ്റ്, ഐസോബാറിക് ആണെങ്കിൽ പ്രഷറാണ് കോൺസ്റ്റൻറ്റ്, ഐസോകോറിക് ആണെങ്കിൽ വോളിയം കോൺസ്റ്റൻറ്റ്, അഡിയബാറ്റിക് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നില്ല? ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. എ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ദ തെർമോഡൈനാമിക് വേരിയബിൾസ് പി, വി, ടി ആൻഡ് ചേഞ്ച് അല്ലേ. നമുക്കറിയാം ഒരു തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ പ്രഷറും വോളിയം ടെമ്പറേച്ചറും ഒക്കെ മാറുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നോക്കുക, എക്സ്പ്ലെയിൻ അഡിയബാറ്റിക് പ്രോസസ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോറി, അതിന് മുമ്പ് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. നെയിം ദ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഗാമ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം അത് ആരാണ്? അഡിയബാറ്റിക് ആണ്. ഓക്കെ, അഡിയബാറ്റിക് പ്രോസസ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി എക്സ്പ്ലെയിൻ അഡിയബാറ്റിക് പ്രോസസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കാത്ത പ്രോസസ്സിനെയാണ് അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുക. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതും? ദ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ചേഞ്ച്. പ്രഷറും വോളിയം ടെമ്പറേച്ചറും മാറും, ബട്ട് ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ എന്തിൽ വ്യത്യാസം വരുന്നില്ല? എന്ത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല? ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കാം. മാച്ച് ദ ഫോളോവിങ് ആണ്. അപ്പോൾ നമ്മൾക്കൊന്ന് മാച്ച് ചെയ്യാം അല്ലേ. അപ്പം മാച്ച് ചെയ്ത് നോക്കാം. ശരി, ഓക്കെ. അപ്പോൾ ആദ്യം തെർമോഡൈനാമിക് പ്രോസസ് ഫീച്ചേഴ്സ്, വർക്ക് ഡൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ്സിൽ ആരാ കോൺസ്റ്റന്റ്? പ്രഷർ കോൺസ്റ്റന്റ്. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ ആണ്. പ്രഷർ ആണെങ്കിൽ P × V2 - V1. അടുത്തത് ആരാ? ഐസോതെർമൽ ആണെങ്കിൽ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ ആണെങ്കിൽ എന്താ? nRT log V2/V1. ഇനി അടുത്ത് നമ്മൾ ഏത് കളർ എടുക്കും? പച്ച കളർ എടുക്കാം. അഡിയബാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നോ ഹീറ്റ് എക്സ്ചേഞ്ച് ആണ് നടക്കുക. അതാ ഇത് തന്നെയാണ്. ഇനി നോക്കൂ, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അതാരാ? ദാറ്റ് ഈസ് ഐസോകോറിക്. വേണമെങ്കിൽ ഉള്ളവിടെ ഐസോകോറിക് ഇടാം അല്ലേ. അപ്പോൾ ഐസോകോറിക് ആണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ്, വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. സിമ്പിൾ. 4 മാർക്ക് കൈ കിട്ടും. ഓക്കെ, അപ്പോൾ 4 മാർക്ക് കൈ കിട്ടുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ വന്നാൽ വളരെ നല്ല കാര്യം അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡിഫൈൻ ഐസോകോറിക് പ്രോസസ്. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദിസ് പ്രോസസ് എന്നാണ് ചോദിച്ചല്ലേ. അപ്പോൾ ഐസോകോറിക് പ്രോസസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ദ വോളിയം ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. വോളിയത്തിനെ കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്ത് പ്രഷർ ടെമ്പറേച്ചറിലൊക്കെ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ നമ്മൾ അതിന് ഐസോകോറിക് എന്ന് പറയും. ഐസോകോറിക്കിൽ വോളിയം ചേഞ്ച് വരാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ വർക്ക് ഡൺ എന്താ? നമുക്കറിയാം വർക്ക് ഡൺ ഇക്വേഷൻ P∆V ആണ്. അപ്പോൾ ∆V ചേഞ്ച് നടക്കുന്നില്ല. ദാറ്റ് ഈസ് വർക്ക് ഡൺ വിൽ ബി 0. ഓക്കെ, ഐസോകോറിക്കിൻ്റെ വർക്ക് ഡൺ എന്താണ് മക്കളെ? 0 ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് നോക്കുക. വോളിയം ഓഫ് എ ഗ്യാസ് സിലിണ്ടർ പിസ്റ്റൺ സിസ്റ്റം ഇൻക്രീസസ് ഫ്രം 4 m³ to 10 m³ ഇൻ ഐസോബാറിക് പ്രോസസ് അറ്റ് എ പ്രഷർ ഓഫ് 50 Nm/m². വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മളോട് ഐസോബാറിക് ആണ് പ്രോസസ്സ്. ഐസോബാറിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ ഇക്വേഷൻ എന്താ? P∆V അഥവാ P × V2 - V1 ആണ്. ഇവിടെ പ്രഷർ എത്രയാ? 50 ആണ്. V2 എത്രയാ? 10 m³ വോളിയം മാറുന്നത് 4. അപ്പോൾ V1 4. അപ്പോൾ എത്ര വരും? 50 × 6 ദാറ്റ് ഈസ് 300 ജൂൾസ്. 300 എന്നാണ് വരിക കേട്ടോ. 300 ജൂൾസ് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കൂ. എ കാർനോട്ട് എൻജിൻ that is working at source temperature 727 and sink temperature 27, then its efficiency eta is എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ ആണ്. നമുക്കറിയാം എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ എന്താ? 1 - T2/T1 ആണ്.
അല്ലേ മക്കളെ? 1 മൈനസ് T2/T1 ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ T2 എന്ന് പറഞ്ഞാൽ ചെറിയതാണ്, ദാറ്റ് ഈസ് 27. 27 നമ്മൾ എന്തിലേക്ക് മാറ്റണം? കെൽവിനിലേക്ക് മാറ്റണം. സോ 300 കെൽവിൻ എന്ന് വന്നു. T1 എത്രയാ? 727 ആണ്. അപ്പോൾ 727 + 273 എത്ര വരും? 1000 അല്ലേ? 1000 കെൽവിൻ എന്ന് വരും. ദാറ്റ് ഈസ് 1 മൈനസ് എന്ത് വരും? 300/1000. കട്ട് ചെയ്യാം. അപ്പോൾ 1 മൈനസ് 3/10 അപ്പോൾ എത്ര വരും? 7/10 അല്ലേ? ദാറ്റ് ഈസ് 0.7. 0.7. ഇനി പെർസെൻറ്റേജിൽ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ 0.7 100 വെച്ച് മൾട്ടി അപ്പോൾ എത്ര? 70% എന്ന് കിട്ടും അല്ലേ? 70% എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് എഴുതണം എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളിത് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ T1 എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസും T2 എന്ന് പറയുന്നത് 127 ഡിഗ്രി സെൽഷ്യസുമാണ്. സോറി, നേരെ തിരിഞ്ഞു. ഒരു കാർനോട്ട് എൻജിൻ, ഞാൻ T1ഉം T2ഉം പറയുന്നില്ല, അത് വർക്ക് ചെയ്യുന്നത് 27 ഡിഗ്രി സെൽഷ്യസിലും 127 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഇടയിലാണെങ്കിൽ ഇതിൻ്റെ എഫിഷ്യൻസി എന്ത് എന്നാണ് മിസ്സിൻ്റെ ചോദ്യം. അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 127 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന 2 ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി എത്രയായിരിക്കും എന്നുള്ളത് വേഗം തന്നെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ലൈവിൻ്റെ കാര്യം മറക്കരുത്. എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് ലൈവിലേക്ക് വരാം. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും എന്ത് ചെയ്യുക? ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു.